ഇന്നത്തെ ഗോസ്പലിൽ ഈശോ പറയുന്നു, വിളക്ക് കൊളുത്തിയിട്ട് കട്ടിൻ്റെ അടിയിലല്ല, അത് പീഠത്തിന്മേൽ എടുത്ത് വെക്കണം. എന്താണ് ഈ വിളക്കെന്ന് പറയാൻ? ഇത് മനസ്സിലാവണമെങ്കിൽ ഇന്നത്തെ ഭാഗത്തിൻ്റെ മുൻപും പിൻപും ഉള്ള ഭാഗം വായിച്ചാൽ മതി. ഇതിന് മുൻപുള്ള ഭാഗം വിതക്കാരൻ്റെ ഉപമയാണ്, വിത്ത് ദൈവവചനമാണ്. ഇതിന് ശേഷം ഈശോയുടെ അമ്മയും സഹോദരനും ഈശോനെ കാണാൻ വരുമ്പോൾ ഈശോ പറയുന്നു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങൾ? ദൈവത്തിൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്. അപ്പം മുമ്പും പിൻപും വചനത്തെക്കുറിച്ച് പറയാം. അപ്പോൾ എന്താ വിളക്ക്? വിളക്ക് ദൈവവചനമാണ്. പേ അറ്റൻഷൻ ടു വാട്ട് യു ഹിയർ എന്ന് ഈശോ പറയാം. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കേൾക്കുന്നത് വചനമാണ്. വചനം നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത്? ഫേമസ് ആയിട്ടുള്ള ഗോസ്പൽ പ്രീച്ചർ റോളൻഡ് ഹില്ല് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ വചനം കേൾക്കേണ്ടതെന്ന്. അദ്ദേഹം പറയും, നിങ്ങൾക്കൊരു റിലേറ്റീവ് ഉണ്ട്, ഇമ്മൻസ്ലി റിച്ചാണ് ആ മനുഷ്യൻ, ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്, എസ്റ്റേറ്റുകളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബന്ധമാണ്, നിങ്ങൾ അയാൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിക്കുകയാണ്. മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് നിങ്ങളെ വിളിക്കുകയാണ്. കാരണം നിങ്ങളുടെ പേര് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ വിളിക്കുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ഈ വിൽപത്രം വായിക്കുമ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നത്? ഈ അഡ്വക്കേറ്റ് നന്നായിട്ട് വായിക്കുന്നുണ്ടോ, വൃത്തിയായിട്ട് പറയുന്നുണ്ടോ? അങ്ങനെയാണോ? അല്ല. നിങ്ങളുടെ പേര് പറയുന്ന ഭാഗം നിങ്ങൾക്ക് എന്താണ് എഴുതി വെച്ചിട്ടുള്ളത്, ഇതാണ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നത്. അപ്പോൾ അയാൾ ഏത് സ്റ്റൈലാണ് വായിക്കുന്നത് വിഷയമൊന്നുമല്ല, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കും. ഇതുപോലെ വേണം നമ്മൾ വചനം കേൾക്കാനെന്ന് പറയാം. നമ്മൾ ചിലപ്പോൾ വചനം കേൾക്കുന്നത് ആ പറയുന്ന ആളുടെ സ്റ്റൈൽ, അയാൾ ഉപയോഗിക്കുന്ന ഭാഷ, അയാളുടെ വേഷം, അതൊന്നും അല്ല വിഷയം. എന്താണ് അയാൾ പറയുന്നത്? അയാൾ എങ്ങനെയാണെന്നുള്ളതല്ല, എന്താണ് അയാൾ പറയുന്നത്, അതാണ് ഈശോ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. അയാളുടെ വേഷം, അയാളുടെ സ്റ്റൈലോ അയാളുടെ ഭാഷയൊന്നുമല്ല അയാൾ പറയുന്നത്. വേർഡ് ഓഫ് ഗാഡ്.